ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു അടിപൊളി ഗൺ ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അതായത് നമ്മളെ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് പവർഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടണം ഗൺ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കാൻ മറക്കരുത്. എന്നാലും ഞാറുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അധികം പറഞ്ഞ നേരങ്ങളില്ല. അപ്പോൾ നേരെ വീഡിയോ കിട്ടല്ല, വാ. അപ്പോൾ സാർ നമ്മൾ ഗണ്ണുണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു 20 മില്ലിയുടെ ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. ആ സിറിഞ്ചിൻ്റെ ബാക്ക് വശം ഇതേപോലെ വലിച്ചതിന് ശേഷം ഈ ഒരു വശത്ത് വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ നോക്കിയാൽ ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വേറൊരു സിറിഞ്ച് വേണം കേട്ടോ. ഇതൊരു 6 മില്ലിയുടെ സിറിഞ്ചാണ്, ചെറിയ സിറിഞ്ചാണ് കേട്ടോ. അതിൻ്റെ ബാക്ക് വശം നമുക്ക് ഇത് ഊരിങ്ങ് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം നോക്കിയാൽ ഈ ഒരു വശത്തിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ ബാക്ക് വശം അതിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് കട്ട് ചെയ്തെടുത്ത് നോക്കിയാൽ ഇതുപോലെ ഒരു കോയിലായിട്ട് കിട്ടും കേട്ടോ. ആ കോയിലെടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വലിയ സിറിഞ്ചിൻ്റെ ഈ ഒരു വശത്ത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം. അതിനായിട്ട് നമ്മളിത് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഈ ഒരു ചെറിയൊരു സിറിഞ്ചിൻ്റെ ചുറ്റ് ഇതേപോലെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്തത് വലിയ സിറിഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കടത്തിങ്ങ് വെച്ചിട്ട് ഒട്ടിച്ചങ്ങ് എടുക്കട്ടെ. ഒട്ടിച്ചെടുത്ത് നോക്കിയാൽ ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ സെല്ലോ ടാപ്പൊക്കെ ഉപയോഗിച്ചാൽ വേണ്ടിയിട്ട് നന്നായിട്ട് ചുറ്റി നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലായി, ഒട്ടിച്ചെടുത്തൊക്കെ ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ഗവൺമെൻറ് പോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു സിറിഞ്ചങ്ങ് എടുക്കണം. അതിൻ്റെ ഫ്രണ്ട് വശം നോക്കി ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ചെറിയൊരു സിറിഞ്ചില്ല 6 മില്ലിയുടെ, അത് എടുത്താൽ മതി. അത് ഈ ഒരു വശത്ത് ഇതേപോലെ അങ്ങ് വെച്ചിട്ട് അത് ഫ്ലസ് കുക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കുക. അപ്പോൾ മനസ്സിലായി, ഫ്ലസ് കുക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായി, ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മളുടെ ഗണ്ണിൻ്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായി, നമ്മളുടെ ഗണ്ണിൻ്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഗണ്ണ്. അപ്പോൾ നല്ലൊരു പവർഫുൾ ഗണ്ണാണ്. ഇനി ഇതിൻ്റെ ബുള്ളറ്റ് തയ്യാറാക്കണം. ഗൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയണ്ട. അപ്പോൾ നേരെ കിട്ടില്ല. അപ്പോൾ മനസ്സിലായി, നമ്മളിത് ഇതിൻ്റെ ബുള്ളറ്റ് എടുക്കുന്നത് ഈ ഒരു ബുഷാണ് കേട്ടോ. നമ്മളെ സിറിഞ്ചിൻ്റെ ഉള്ളിൽ അമർത്തുമ്പോൾ ആ ഒരു ബുഷില്ലേ, അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ 2 ബുഷ് നമ്മൾ ബുള്ളറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറിഞ്ചിൻ്റെ ഈ ഒരു ഭാഗം പിടിച്ച് ബാക്കിലേക്ക് വലിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ബുഷില്ലേ അത് ഫ്രണ്ടിൽ ഇതേപോലെ ഇട്ടും കൊടുക്കണം കേട്ടോ. നോക്കി ഇതേപോലെ. അപ്പോൾ എന്തെങ്കിലും സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിലേക്ക് നന്നായിട്ടൊന്ന് തള്ളിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി ഇതേപോലെ തള്ളി വെച്ചതിന് ശേഷം നമ്മൾ എവിടേക്കാണ് ഗൺ ചെയ്യുന്നത് അവിടേക്ക് വെച്ചിട്ട് നമ്മൾ തള്ള വരലുണ്ട് ഇതേപോലെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഗണ്ണ് വെച്ച് അടിപൊളിയായിട്ട് വർക്കിന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഗണ്ണ് അടിപൊളിയല്ല. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഗണ്ണാണ് കേട്ടോ. നമ്മൾ സിറിഞ്ച് വലിയ സിറിഞ്ച് വേണമെന്നൊന്നുമില്ല, ചെറിയ സിറിഞ്ചായാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗണ്ണായി മാറുന്നുള്ളൂ. അപ്പോൾ അടിപൊളി ഒരു ഗണ്ണാണ്, പവർഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കാനും മറക്കരുത്. എന്നാൽ മാത്രം ഞാറുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.